സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴേക്കും ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും കൂടുതലായി ചിന്തിക്കുകയും അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ സെലക്ഷനാണ്. സോ ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്, അല്ലെ പല പല സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ UPSC തന്നെ തരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് ഈ ഒരു ഡിഗ്രിയാണ്, ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്, അല്ല ഞാൻ പഠിച്ചത് പൊളിറ്റിക്സ് ആണ്, അല്ല ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ പഠിച്ചത് മെഡിസിൻ ആണ്, സോ അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് തന്നെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വളരെ നോർമലായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മൾ ട്രിഗർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. സോ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളുക, നിങ്ങൾ ആ പഠിച്ച സബ്ജക്റ്റ് നിങ്ങൾ വളരെ നന്നായി ഇൻട്രസ്റ്റോടെ പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർത്തെടുക്കാനും നിങ്ങൾ കൃത്യമായിട്ട് അത് റീകളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ. അതല്ലാതെ നമ്മൾ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മളൊരു ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, പക്ഷെ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണോ നമുക്ക് ഡിഗ്രി കിട്ടിയെന്നുള്ള കാര്യം. ഇതിന്റെ അർത്ഥം മാർക്കല്ല, നമുക്ക് എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ പഠിച്ച കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ടാണോ നമുക്ക് ഈ ഡിഗ്രി കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം വരും. ഇതൊന്നും നിങ്ങളുടെ ആരുടെയും നിങ്ങളുടെ പഠന രീതിയെയോ അല്ലെ നിങ്ങൾ പഠിച്ചത് മോശമാണെന്നോ ഒന്നുമല്ല പറയുന്നത്. നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഞാൻ 1ാം സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള അല്ലെ 2ാമത്തെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അതോ അന്ന് ആ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് മാത്രമേ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴുള്ള ഗുണം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ. മാർക്കല്ല ഇവിടുത്തെ മാനദണ്ഡം, മാർക്കല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ അറിവിന് വേണ്ടി പഠിച്ചിട്ടുണ്ടോ, അല്ലെ ഞാൻ ഗ്രാജുവേഷൻ എടുത്ത ആ സബ്ജക്റ്റിൽ എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അതല്ല കേസ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി കുറച്ചും കൂടി ലക്കിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്കൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നു വരും. വേറൊന്നുമല്ല, ഒരുപാട് സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്കൊരു സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും. അത് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണം, അത് ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതല്ല, ഞാൻ പഠിച്ച സബ്ജക്റ്റിന് എനിക്ക് അത്ര വലിയ ഗ്രാഹ്യമല്ല, ഓൾറെഡി എനിക്കൊരു ഡിഗ്രി എന്തായാലും ഉണ്ടല്ലോ, ഇത് ഞാൻ വേറൊരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം, കാരണം അത് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്, എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് റീകളക്ട് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ എനിക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്ട് അത് തന്നെയാണ്. എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആ സബ്ജക്റ്റിനെ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു അത്, പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന്റെ ഡിഗ്രിക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒക്കെ വരും അല്ലേ. അപ്പൊ ഇതിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. ഞാൻ എടുത്ത ഡിഗ്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ബേർഡൻ നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി എടുത്തവർ തന്നെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അതേപോലെ തന്നെ പുതിയതായിട്ട് വേറെ സബ്ജക്ട് ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളും ഒക്കെ ഈ ഒരു തോട്ട് പ്രോസസ്സ് വെച്ചോളുക. ഞാൻ എടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ, എനിക്ക് ആ സബ്ജക്റ്റിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ, ഞാൻ ശരിക്കും അത് ഇൻട്രസ്റ്റ് ചെയ്ത് തന്നെയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചില ജനറൽ സ്റ്റഡീസിന്റെ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ജനറൽ സ്റ്റഡീസിലേക്ക് എനിക്ക് നന്നായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കിലെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി ഞാൻ വളരെ ദൈർഘ്യമേറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിരത്തിക്കൊണ്ട് തന്നെ, അതായത് ടോപ്പേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വരുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെ മാർക്കിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വരുന്നത്, UPSCയുടെ റിപ്പോർട്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആസ്പെക്ട്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള ഒരു വെബിനാറാണ്. അത് നമ്മളുടെ ഇംഗ്ലീഷ് ചാനലിൽ IPM IAS അക്കാഡമിയുടെ ഇംഗ്ലീഷ് ചാനലിൽ അവൈലബിൾ ആണ്. സോ അതിന്റെ ലിങ്കും ഞാൻ ഇതിന് താഴെ തന്നെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്ട് സെലക്ഷനെ പറ്റി കൂടുതലായിട്ട് അറിയണം, വളരെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, വേറൊന്നുമല്ല, IPM IAS അക്കാഡമിയുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഒരു കോഴ്സ്
നമുക്കിപ്പോൾ IPM-IAS ആപ്പിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ഇപ്പോൾ അവൈലബിൾ ആകുന്ന ഒരു കോഴ്സാണത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതായത് നമ്മളൊരു സാധാരണ ഒരു 10ൽ പഠിക്കുന്ന കുട്ടിയോ അല്ല 9ൽ പഠിക്കുന്ന 8ൽ പഠിക്കുന്ന കുട്ടിയോ ഒരു ട്യൂഷന് പോകുമ്പോൾ ഓരോ മാസവും നമ്മൾ ട്യൂഷൻ എത്ര രൂപ കൊടുക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സോ അത്രയും പൈസ പോലും ചെലവില്ലാതെ ഓരോ മാസവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്രയും പൈസ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സിവിൽ സർവീസിന്റെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഓരോ സബ്ജക്റ്റും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ഗ്രാബ് ചെയ്യുക. അതിന്റെ ലിങ്കും ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിൽ കയറി നോക്കാവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാമിനേഷനെ അത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു മെന്ററിംഗ് സെഷന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാരണം മെന്ററിംഗ് സെഷന്റെ ടൈമിൽ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും നമ്മളുടെ ടീമിൽ ഉള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുക.